ഒരു ഗ്ലാസ് വേണമായിരുന്നു. ഒരു ഗ്ലാസ് നിറച്ചോ? ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. മൂത്രം പരിപാവനമാണ്, തിക്കുണ്ടതി, പരിശുദ്ധമാണ്, പെച്ചുണ്ടതി, ഉപയോഗപ്രദമാണ്, എറുണ്ടതി. ഒന്നുമില്ല. അങ്ങോട്ട് കയറി ഒരു കപ്പെടുക്കുക, വടിക്കുക, കുടിക്കുക. ഇത് എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം. എന്റെ ലൈഫിൽ ഇത് 1,10,16,ാമത്തെ ടൈം അണ്ണാച്ചി. ഒന്നുമില്ല. നിസ്സാരം. ഞാൻ ട്രെയിനകത്ത് വരുമ്പോഴും കയറിയാണ് ഒരു കപ്പം മേടിച്ചുണ്ടാകുന്നത്. ഇയാള് മനുഷ്യനല്ല, വേറെ വേണ്ട. ആദ്യത്തെ ഒരു മടുപ്പ് മാത്രമേ ഉള്ളൂ. വലിച്ച റമ്മ കുടിക്കുമ്പോ ഒരു പ്രശ്നമില്ല. കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? അത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സാരില്ല, ഞാൻ ശരിയാക്കി തരാം. എന്റെ കൂട്ടിന്, എന്റെ ശക്തിക്ക്, എന്റെ ബലത്തിന്, എന്റെ രക്ഷകനായിട്ട് യൂറിൻ ഉള്ളിടത്തോളം കാലം ഞാൻ നിൽക്കും, ഉറപ്പാണ്. ദേഹം മുഴുവൻ പുരട്ടി ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ തൊണ്ടവേദന, മണ്ടവേദന, മൂക്കുവേദന, നാഡീ തളർച്ച ഇവയ്ക്കെല്ലാം കൂടി ഒരു സിദ്ധൌഷധമാണ്. നിങ്ങൾക്കും നമുക്ക് അന്ന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും മൂത്രം കുടിച്ചു തുടങ്ങി. അതെ. അയ്യോ പക്ഷെ ഞങ്ങൾക്കൊന്നും പതിവില്ല. അങ്ങനെ പറയാൻ പറ്റൂല. അണ്ണാച്ചി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തില്ലേ, നാളെ മുതൽ ഇത് ഇല്ലാതെ ഉറക്കം വരില്ല. മോഹൻലാൽ എന്ന് തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇവർക്ക് എന്തോ ചമ്മല. സംഗതി അൽക്കൊലത്താക്കരുത്. ചേട്ടൻ വന്നേ ഒരു സ്വകാര്യം പറയട്ടെ. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് നായികമാരുണ്ടല്ലോ, അവരെ കാണും വല്ലതും വിചാരിച്ചായിരിക്കാം. അപമാനിച്ചേ ഞങ്ങി, ഞാൻ പോയിക്കോട്ടെ. എന്റെ മൂത്രം ഞാൻ കുടിക്കുന്നതിനാ ഞാൻ ഈ വിളി കേൾക്കുന്നത്. ഈ വിളിച്ചവന്റെ മൂത്രമല്ല, അവന്റെ അപ്പന്റെ മൂത്രവുമല്ല. ചേട്ടൻ കൂടി ചേട്ടാ, അതിന് നിനക്ക് വല്ല ദണ്ണം ഉണ്ടോടാ? കുടിക്കുക ഒരു നാമമാണ് വിചാരിക്കേണ്ട കാര്യമില്ല. ഒറ്റ വലി, അതാണ് ഉത്തമം. സർവേശ്വര, നത്തിങ്, റിയലി ഗുഡ്. ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. നാണമില്ലാതെ മാനമില്ലാതെ കുടിക്കുക. ഞാൻ പറയാറുണ്ടോ, ഇത് നമ്മുടെ മൂത്രമാണ്, അന്യന്റെ മൂത്രമല്ല. തനിക്ക് നാണമില്ലേണോ? ഇല്ല. ആ അത് തന്നെ. അയ്യോ എന്നെ കൊല്ലാൻ വന്നേ.